ബിഗ് ബോസ് സീസൺ 7ൻ്റെ ഗ്രാൻഡ് ഫിനാലെ ടാസ്ക് ഇന്ന് തുടങ്ങുകയാണ്. ടിക്കറ്റ് ഫിനാലെ എന്നുള്ള ടാസ്ക്കാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അവസാന ഘട്ടത്തിലോട്ട് എടുക്കുമ്പോൾ ബിഗ് ബോസിൽ ടോപ്പ് 5-ലെത്താൻ സാധ്യതയുള്ള ആരൊക്കെയാണെന്ന് നോക്കാം. ഇതെൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമാണ്. എനിക്ക് ഇതിൽ ചാൻസ് കൂടുതൽ തോന്നിയിട്ടുള്ളതിൽ ആദ്യത്തെ ആൾ അനീഷാണ്. അനീഷ് ഒരു കോമണറായിട്ടാണ് വന്നതെങ്കിലും 100 ദിവസം ഈ ഹൗസിൽ നിന്ന് ടോപ്പ് 5-ലെത്താൻ സാധ്യതയുള്ള ഒന്നാമത്തെ ആളായിട്ട് മാറിയിട്ടുണ്ട്. പലപ്പോഴും നിഷ്പക്ഷമായ നിലപാടും ശാന്തതയും സ്ഥിരതയും ടാസ്കുകളിലെ ലാസ്റ്റ് വീക്ക് നടന്ന ടാസ്കുകളിൽ ശ്രദ്ധാപൂർവമായ പ്രകടനവും അനീഷിനെ ഫൈനലിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നുണ്ട്. കൂടാതെ ഹൗസിനുള്ളിലും പ്രേക്ഷകർക്കിടയിലും ഇപ്പോൾ ശ്രദ്ധേയനായി മാറിയിരിക്കുന്നു അനീഷ്. മറ്റുള്ളവരുമായി യാതൊരു തരത്തിലും ഇടപെടാൻ താല്പര്യമില്ലാതിരുന്ന അനീഷിന് ചിരിയും തമാശയും ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പും അനീഷിലുണ്ടാക്കിയ മാറ്റത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഷാനവാസുമായിട്ടും മറ്റുള്ള മത്സരാർത്ഥികളുമായിട്ട് കുറേയേറെ മിങ്കിൾ ചെയ്യാനും അവരുമായിട്ട് സ്നേഹപൂർവ്വമായിട്ട് ഇടപെടാനും ചിരിക്കാനും ഒക്കെ ഇപ്പോൾ അനീഷിന് സാധിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള മാറ്റങ്ങളും പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യത കൂട്ടിയിട്ടുണ്ട്. രണ്ടാമത് നിൽക്കുന്നത് അനുമോളാണ്. അനുമോൾ രണ്ടാമതാണോ ഒന്നാമതാണോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. ഒരു പക്ഷേ ഒന്നാമതാകാം അല്ലെങ്കിൽ രണ്ടാമതാകാം. ഈ പറയുന്ന 5 വ്യക്തികളുടെ സ്ഥാനങ്ങളിലും ഏറ്റക്കുറച്ചിലുണ്ടാവാം. അതിൽ ടോപ്പ് 5-ൽ എത്താൻ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ എത്താൻ ഏറ്റവും കഴിവുള്ള മറ്റൊരു മത്സരാർത്ഥി അനുമോളാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ TV രംഗത്തെത്തുകയും ശ്രദ്ധേയമായ സുരഭിയും സുഹാസിനിയും സീരിയലും സ്റ്റാർ മാജിക്കിലും ഉള്ള അഭിനയം അല്ലെങ്കിൽ അതിലുള്ള അവരുടെ ശ്രദ്ധേയമായ കഴിവുകളും കുടുംബ പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുടുംബത്തോടും മാതാപിതാക്കളോടുള്ള കരുതലും സ്നേഹവും പലപ്പോഴും എല്ലാ ആൾക്കാർക്കിടയിലും ഒരു ചർച്ചയാകുകയും എല്ലാ പ്രായക്കാരും അനുമോളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അവസാന ആഴ്ചകളിൽ ടാസ്കുകളിൽ നല്ലൊരു മികവ് കാണിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ കുറ്റം പറച്ചിലും കുത്തിത്തിരിപ്പും കള്ളം പറച്ചിലും ഇല്ലാത്തതും പ്രേക്ഷകർക്കിടയിൽ അനുമോൾക്ക് തനതായ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ ഹൗസിനുള്ളിൽ ഹരാസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് പുറത്തും അകത്തും അനുമോൾ തന്നെയാണ്. പുറത്ത് PR-ൻ്റെ പേരിലും അല്ലാതെയുള്ള ചില ഗോസിപ്പിൻ്റെ പേരിലും ഒരുപാട് ആക്രമിക്കപ്പെട്ടപ്പോഴും അകത്ത് കാരണമില്ലാതെ എല്ലാവരും എടുത്തിട്ട് ആക്രമിക്കുമ്പോഴും അനുമോൾ ആദ്യം വന്ന ആ ഒരു കരച്ചിലിൻ്റെ സ്റ്റൈല് മാറ്റിയിട്ട് കുറേ കൂടെ ബോൾഡായി എന്തിനെ നേരിടാനുള്ള ശക്തി ആർജിച്ച് എല്ലാവരും എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം ചെയ്താലും പോകത്തില്ല, ടോപ്പ് 5-ൽ എത്തും എന്നുള്ള ഉറച്ച ഒരു തീരുമാനത്തോടെ നിന്ന് കളിക്കുന്നതായിട്ട് നമ്മൾക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ വീക്കെൻഡിലും ആരെ ഫേവർ ചെയ്യാനാണെങ്കിലും ലാലേട്ടൻ വന്ന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റെങ്കിലും അനുമോൾക്കുണ്ടെങ്കിൽ അതിലെ എക്സ്പോസ് ചെയ്യാനും മറ്റുള്ളവർക്കിടയിലോട്ട് അനുമോളെ എടുത്തിട്ട് ആക്രമിക്കാൻ ഇട്ട് കൊടുക്കുന്ന ടെൻഡൻസി പലപ്പോഴും നമ്മൾ പല വീക്കുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ലാലേട്ടൻ കാണിക്കുന്ന ഒരു രീതി പ്രേക്ഷകർക്കിടയിൽ അനുമോൾക്ക് കുറച്ചുകൂടെ സിമ്പതി കിട്ടാനും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ അനുമോൾ എന്നൊരു കണ്ടസ്റ്റൻ്റ് തീർച്ചയായിട്ടും ടോപ്പ് 5-ലെത്താൻ 100% സാധ്യതയുള്ള ഒരാളാണ്. പിന്നെ മൂന്നാമതുള്ളത് ഷാനവാസാണ്. ഈ പറഞ്ഞ സ്ഥാനങ്ങൾ മാറി മാറി വരാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. TV പ്രേക്ഷകർക്കിടയിൽ സുപരിചിതമായ മത്സരാർത്ഥിയാണ്. കാരണം മാസ് കാണിക്കുന്ന രുദ്രൻ എന്ന ആ ഒരു പേരിൽ പുറത്ത് യുവജനങ്ങൾക്കിടയിൽ ഒരുപാട് സ്വീകാര്യനാണ്. അതേ പേരിൽ തന്നെ ഹൗസിനുള്ളിൽ പലപ്പോഴും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത് കാണിച്ചാലും മാസ് കാണിക്കുന്നു, രുദ്രൻ കളിക്കുന്നു എന്നൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ കടന്നു വന്ന വഴികളും കുടുംബത്തോടുള്ള സ്നേഹവും അടുപ്പവും പ്രേക്ഷകരിൽ നന്നായിട്ട് മതിപ്പുളവാക്കിയിട്ടുമുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ബേസ് എന്തായിരുന്നു എന്നുള്ളത് ആൾക്കാർ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അതിലുപരി മത്സരാർത്ഥികളുടെ വിഷമഘട്ടങ്ങളിലും ഒറ്റപ്പെടലിലും അവരെ ചേർത്ത് നിർത്തുന്നതിലും കാണിക്കുന്ന ഒരു മനുഷ്യത്വം അത് കൂടുതൽ ആൾക്കാർക്ക് സ്വീകാര്യനായി തീരാൻ കാരണമായിട്ടുണ്ട്. എക്സാമ്പിൾ നമുക്ക് ആദില നൂറ വിഷയങ്ങളിൽ ലക്ഷ്മി പറഞ്ഞ സമയത്ത്, നെവിൻ അവരെ ഒറ്റപ്പെടുത്തിയ സമയത്ത്, അതുപോലെ പല ഘട്ടങ്ങളിലും അനുമോളെ എല്ലാവരും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഷാനവാസിൻ്റെ ഒരു ക്വാളിറ്റി. കൂടാതെ അനീഷ് എന്ന് പറയുന്ന ഒരു ഒറ്റയാൻ എന്ന് തന്നെ വേണേൽ പറയാം. അദ്ദേഹത്തെ
ചിരിയും കളിയും തമാശയിലോട്ട് മാറ്റി മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപഴകാൻ സാധിക്കും എന്ന് മാറ്റിയെടുത്ത നല്ലൊരു വ്യക്തിത്വമാണ് ഷാനവാസിൻ്റെത്. ഇതെല്ലാം പ്രേക്ഷകർക്കിടയിൽ ഷാനവാസിനും ടോപ്പ് 5-ലെത്താനുള്ള ഒരു സ്വീകാര്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്നാൽ വീക്കെൻഡിൽ അനുമോളെപ്പോലെ തന്നെ ലാലേട്ടൻ്റെ ആക്രമണത്തിന് വിധേയനാകുന്ന മറ്റൊരു വ്യക്തി കൂടിയാണ് ഷാനവാസ്. എല്ലാ വീക്കെൻഡിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തെ പിടിച്ച് ഷാനവാസിനെയും കുറ്റപ്പെടുത്തുന്ന പല കാര്യങ്ങളും പല ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പ്രേക്ഷകർക്കിടയിൽ ഇവർക്ക് കുറച്ചുകൂടി ഒരു സഹതാപം കൂട്ടാനും അവരെ സ്വീകരിക്കാനും ഇടയാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്ന ആര്യൻ കത്തൂറിയ, മോഡലും അഭിനേതാവും ഒക്കെ ആയിട്ട് മാറി അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആര്യന് യുവജനങ്ങൾക്കിടയിൽ കുറച്ച് സ്വീകാര്യതയുണ്ട്. പക്ഷേ പലപ്പോഴും ആര്യന് കാണിക്കുന്ന ഒരു ഓവർ ആക്ടിവിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ കടന്നാക്രമിക്കാൻ ഉള്ള ഒരു ഗൂഢാലോചന, മാനിപ്പുലേഷൻ, ഇതൊക്കെ പലർക്കും ഇടയിൽ അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷേ എന്നാലും ടാസ്കുകളിലും ഡിബേറ്റുകളിലും കാണിക്കുന്ന ശക്തമായ മൂമെൻറ്റ്സും ഒരു പോസിറ്റീവാണ്. ഗെയിം സ്ട്രാറ്റജിയും ഗെയിം പ്ലാനിങ്ങും യൂത്തിൻ്റെ ഇടയിൽ ആര്യന് സ്വീകാര്യത കൂട്ടുന്നുണ്ട്. പക്ഷേ എപ്പോഴും കള്ളം പറയുന്നതും അല്ലെങ്കിൽ മത്സരാർത്ഥികളെ ആവശ്യമില്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നതും സ്ത്രീ പ്രേക്ഷകർക്കിടയിൽ അല്ലെങ്കിൽ കുറച്ച് പ്രായം കൂടിയ പ്രേക്ഷകർക്കിടയിൽ ആര്യനോടുള്ള അവമതിപ്പിനും കാരണമായിട്ടുണ്ട്. ഇനി 5ാം സ്ഥാനത്തെത്താൻ ചാൻസ് കൂടുതലുള്ളവർ അത് പലരുണ്ട്. നെവിനുണ്ട്, സാബുമാനുണ്ട്, നൂറയുണ്ട്. അങ്ങനെ കുറേ കണ്ടസ്റ്റൻറ്റിന് 5ാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ട്. അക്ബർ ഔട്ടായില്ല എങ്കിൽ. അക്ബർ ഇന്ന് ഔട്ടാവുന്നു എന്നാണ് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ ഇൻഫർമേഷൻ. പക്ഷേ അക്ബർ ഔട്ടായില്ല എങ്കിൽ ഈ പറയുന്ന വ്യക്തികൾക്ക് അതിനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും സാബുമാൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത് നല്ലൊരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നിയിരുന്നെങ്കിലും പല ഘട്ടത്തിലും മറ്റുള്ളവരുടെ കുത്തിത്തിരിപ്പ് കേട്ട് ഒരാളെ ആക്രമിക്കുന്നതും അല്ലെ അവർക്കെതിരായിട്ട് സംസാരിക്കുന്നതും, ഒരാൾ അവൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുമ്പം തൻ്റെ നിലപാടാണോ ശരിയെന്ന് ചിന്തിക്കാതെ പോലും മറ്റുള്ളവർ പറഞ്ഞ ആ ഒരു നിലപാടിലോട്ട് മാറുകയും അതനുസരിച്ച് മറ്റുള്ളവരെ ഒരു അനലൈസ് ചെയ്യുന്ന രീതി, ഒരു തെറ്റായ പ്രവണതയാണ് സാബുമാൻ കാണിക്കുന്നത്. നെവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നെവിൻ ഈ ഹൗസിൽ നിൽക്കാൻ പോലും അർഹനാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം ആഹാരത്തിന് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരാളെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല. മറ്റൊരിടത്ത് കുറച്ചുകൂടെ പോഷകസമൃദ്ധമായ ആഹാരം കിട്ടിയാൽ നെവിൻ അങ്ങോട്ട് തന്നെ പോകും. ഒരിക്കലും ഒരു ടോപ്പ് 5-ൽ എത്താൻ വാല്യൂ ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ 5-ൽ എത്താൻ കാരണമാകും എന്ന് നമ്മൾ പറയുന്നതിന് പിന്നിൽ കുട്ടിത്തവും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് എന്താ പറയേണ്ടത്, കുറച്ച് മറ്റ് തരത്തിലുള്ള ഒരു ഫണ്ണി മൂമെൻറ്റ്സും ഒക്കെ ചില കുട്ടി പ്രേക്ഷകർക്കിടയിൽ കുറച്ച് സമ്മതി നേടാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നെവിൻ 5ാം സ്ഥാനത്തെത്താൻ അർഹതയുണ്ടെന്ന് പറയുന്നത്. അല്ലാതെ ക്വാളിറ്റി വൈസ് അതൊരു ടാസ്കിലാവട്ടെ ഒരു വ്യക്തി എന്ന രീതിയിലാവട്ടെ ഒട്ടും തന്നെ അർഹതയുള്ള ഒരാളല്ല. എന്നാൽ അതിനേക്കാട്ടിൽ അർഹതയുള്ളതാണ് നൂറ പലപ്പോഴും ആദിലയുടെ പാർട്ട്ണറാണെങ്കിൽ പോലും ആദിലയ്ക്കെതിരെ സംസാരിക്കുകയും ചില ടാസ്കുകളിലൊക്കെ അസാധ്യ മികവ് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കൊന്ന് ഡൗൺ ആകുകയും പിന്നൊന്ന് അപ്പാകുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നൂറ. എങ്കിലും അവരുടെ ഒരു ബേസ്, അവർ വന്ന വഴി അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ജീവിത രീതി ആൾക്കാർക്കിടയിൽ അവമതിപ്പുള്ളത് കൊണ്ട് തന്നെ നൂറ ഒരു പക്ഷേ 5ാം സ്ഥാനത്തെത്താതെ പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് മാറ്റിവെച്ച് പ്രേക്ഷകർ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ മത്സരാർത്ഥിയുടെ മുന്നിൽ വരണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നൂറയ്ക്കും അതിനുള്ള അവസരമുണ്ട്. അപ്പോൾ ഏതായാലും ടിക്കറ്റ് ടു ഗ്രാൻഡ് ഫിനാലെ തുടങ്ങുകയാണ്. ടാസ്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താകും, ആരാകും ഫൈനൽ 5-ൽ എത്തുക, അല്ലെ ആരാകും കപ്പ് ഉയർത്തുക എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം.